പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. യത്ര ചൈവ യത്രോ പരമതേ ചിത്തം യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ ധം യോഗസേവയാം യത്ര ചൈവാത്മനാത്മാനം യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി പശ്യന്നാത്മനി തുഷ്യതി. യത്രോ പരമതേ ചിത്തം യത്ര പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ നിരുദ്ധം യോഗസേവയാം യത്ര ചൈവാത്മനാത്മാനം യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി പശ്യന്നാത്മനി തുഷ്യതി. എത്ര എവിടെയാണോ ചിത്തം ഉപരമതേ, ചിത്തം വിശ്രാന്തിയെ പ്രാപിക്കുന്നത്. അതായത് വീണ്ടും അവിടെ നിന്ന് വേറൊന്നിനെ കുറിച്ച് ചിത്തം ചിന്തിക്കുന്നില്ല എന്ന്. മനുഷ്യ മനസ്സ് പൊതുവെ സുഖത്തിന്റെ ഉത്ഭവസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഇത് സുഖം തരും, അത് സുഖം തരും, ഇത് സുരക്ഷിതത്വം തരും, അത് പ്രിയത്വം തരും എന്നുള്ളതായിട്ടുള്ള ചിന്തയിലാണ് മനസ്സ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. നമ്മുടെ മനസ്സ് എവിടെയൊക്കെ ചലിക്കുന്നുവോ അതെല്ലാം പരമമായ സത്യത്തിന്റെ സ്ഫുരണങ്ങളാണ്. നാം ഇപ്പോൾ ചിന്തിക്കുന്നുവോ സത്യത്തിന്റെ ഉത്ഭവമാണ്, സത്യത്തിന്റെ ഏകമായിട്ടുള്ള ഭാവമാണ്. ബാക്കിയുള്ളതൊക്കെ ആ പരമമായ സത്യത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ഇവിടെ സൃഷ്ടിയിൽ കാണുന്നതായിട്ടുള്ള സമസ്ത സുമനോഹരമായിട്ടുള്ള പദാർത്ഥങ്ങളും പരമായ സത്യത്തിന്റെ പ്രകടനങ്ങളാണ്. പ്രപഞ്ചത്തിലെ സൗന്ദര്യം, പ്രകൃതിയിലെ സൗന്ദര്യം ഈശ്വരന്റെ നിഴലാണ്. അത് അവയുടേതല്ല. അതുകൊണ്ടാണ് നാം അത് അപ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. ഒരു മഴവില്ല ഉടനെ കാണണം, അല്ലെങ്കിൽ അതില്ലാതാവും. ഇതാ നോക്കൂ, അയ്യോ പോയല്ല നമ്മൾ പറയാറില്ലേ. എന്താ കാരണം? അതിന് അസ്ഥിരതയാണ്, സ്ഥിരതയില്ല. അത് ഭംഗിയാണ്, ഏറ്റവും രസകരമാണ്, നയനാനന്ദകരമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവയ്ക്ക് സ്ഥായിത്വമില്ല. മിസ് യൂണിവേഴ്സ് എല്ലാ വർഷവും മാറുന്നു. എല്ലാം 5 വർഷം പ്രധാനമന്ത്രി, അതിനു മുമ്പേ പോയിട്ടുണ്ടെങ്കിൽ ആവാം. 5 വർഷം ഒരു നിശ്ചിത, എല്ലാം ഒരു അവധിയിൽ മാത്രമേ നിലനിൽക്കൂ. നിങ്ങൾക്കറിയുമോ അത്ഭുതം തോന്നും, സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് പോലും നിശ്ചിതമായിട്ടുള്ള സമയമുണ്ട്. നക്ഷത്രങ്ങൾ ഭംഗിയാണ്, ഭംഗിയുള്ളതാണ്. ചന്ദ്രൻ അതിനേക്കാൾ ഭംഗിയുള്ളതാണ്.
യോഗി അരവിന്ദോ അദ്ദേഹത്തിന്റെ ഒരു പദ്യത്തിൽ വിവരിക്കുന്നു, പൂർണ്ണ നിലാവുള്ളതായിട്ടുള്ള രാത്രിയിൽ പോണ്ടിച്ചേരി കടലിന്റെ തീരത്തിരുന്നുകൊണ്ട് അദ്ദേഹം ആകാശത്തെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു കവിതയാണ് ഓ നീലകണ്ഠ. അതായത് അനന്തമായിട്ടുള്ള ആകാശത്ത് അദ്ദേഹം ശിവന്റെ കണ്ഠമായിട്ട് കാണുന്നു. നീലകണ്ഠൻ വിഷം കുടിച്ചിട്ടാണല്ലോ ആ നീല നിറായത്. അതായത് അങ്ങയുടെ കണ്ഠം തന്നെ അനന്തം. ഇപ്പൊ ബാക്കിയുള്ള അങ്ങയുടെ ഭാഗങ്ങൾ എങ്ങനെ കാണാൻ സാധിക്കും? ഈ നീല നിറം എവിടെ നോക്കിയാലും അങ്ങയുടെ കണ്ഠം, അതിലങ്ങ് അത്യന്തം ശോഭയാർന്നതായിട്ടുള്ള ജ്വലിക്കുന്നതായിട്ടുള്ള മുത്തുകൾ കൊണ്ട് ഒരു മാലയുണ്ടാക്കിയിരിക്കുന്നു. നക്ഷത്രങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നു. നക്ഷത്രങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നത് നീലകണ്ഠന്റെ കഴുത്തിലെ മാല മാത്രമല്ല. ഹേ ഭഗവാൻ, അങ്ങ് ശിരസിൽ അണിഞ്ഞിരുന്നതായ രത്നം അത് അർദ്ധഭാഗമേ ഉള്ളൂ എന്ന് വിചാരിച്ചത് മാറ്റി അതിനെ പൂർണ്ണമാക്കി അങ്ങ് അത് താലിയായിട്ട് അണിഞ്ഞിരിക്കുന്നു. പൗർണമി. കാരണം അങ്ങയുടെ ശിരസിനെ ഞാൻ കാണുന്നില്ല. ശിരസിനെ കണ്ടാലേ അർദ്ധചന്ദ്രനെ കാണുകയുള്ളൂ. പക്ഷെ ഞാൻ കാണുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള താലിയാണ്. അനന്തങ്ങളായിട്ടുള്ള ശൃംഖലകൾ, തിളങ്ങുന്നതായിട്ടുള്ള ശൃംഖലകളിൽ അങ്ങ് ഏറ്റവും ശീതളമയുള്ളതായിട്ടുള്ള ചന്ദ്രബിംബത്തെ അണിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ കണ്ഠവും രത്നങ്ങളും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇവിടെയാണ് അങ്ങയുടെ ദൃഷ്ടി എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്നെങ്കിലും എനിക്ക് ആ ദൃഷ്ടിയെ കാണാൻ സാധിക്കുമോ എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ ഏറ്റവും സുമനോഹരമായിട്ടുള്ള വശ്യതയാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതായത് പ്രകൃതിയിലെ ഭംഗി പരമം നിത്യമായിട്ടുള്ള ഈശ്വരന്റെ താൽക്കാലികമായിട്ടുള്ള പ്രതിഫലനമാണ്. നാരായണീയത്തിൽ പറയുന്നു, എത്രയിലോക്യമഹീയസോഭിമഹി സമ്മോഹനം മോഹനാത്. എന്താണ് ഇവിടുത്തെ ആകർഷണം? സമ്മോഹനം, ഏറ്റവും വലിയ മോഹനാത്, മോഹനം എന്ന് പറയുന്നു. എത്രയിലോക്യ സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി. അത് കാന്തത്തിനേക്കാൾ, വലിയ കാന്തത്തിനേക്കാൾ കാന്തമാണ്. എന്നാൽ അങ്ങ് മധുരമാണോ? മാധുര്യ ദുര്യാദപീം. അത് മധുരത്തിലും വെച്ച് മധുരം എന്ന്. കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യ തുര്യാദപി എന്നാണോ? അതാണ് ഏറ്റവും സുന്ദരം. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യമാണ്. ഓ, നമ്മൾ ഇത് സൗന്ദര്യമാണ്, ഇത് സൗന്ദര്യമാണ്, അത് സൗന്ദര്യമാണ്, ഇത് സൗന്ദര്യമാണ്. സൗന്ദര്യോത്തരം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൗന്ദര്യം. മനുഷ്യ മനസ്സ് എല്ലാവിടെയും അംഗീകരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ സൂപ്പർലേറ്റീവ്. സൗന്ദര്യോത്തരത്തോപി സുന്ദരതരം. അതിനേക്കാൾ സൗന്ദര്യം. സൗന്ദര്യോത്തരത്തോപി സുന്ദരതരം തുദ്രൂപം എന്ന് പറയുമ്പോ എന്താണ് അങ്ങ്? അതായത് സത്യമാണ് സൗന്ദര്യം. സത്യം മാത്രമാണ് സൗന്ദര്യം. ബാക്കിയുള്ള സൗന്ദര്യം ആ സൗന്ദര്യം വീണതാണ് എന്നർത്ഥം. അത് ചിതറിയതായിട്ടുള്ള സൗന്ദര്യമാണ് പുഷ്പങ്ങളുടേത്. ചിതറിയമായിട്ടുള്ള സൗന്ദര്യമാണ് പക്ഷിമൃഗാദികളുടേത്, ചിറകുകളുടേത്, ത്വക്കിൻ്റേത്. സമസ്തവും അത് സൗന്ദര്യത്തിന്റെ ഉത്ഭവമല്ല, സൗന്ദര്യത്തിന്റെ ധാമമല്ല. യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം സത്യമാണ്. സത്യം മാത്രമാണ് സൗന്ദര്യം. അപ്പോൾ എത്ര ഉപരമത്തെ ചിത്തം എന്ന് വെച്ചാൽ ഏറ്റവും ലാവണ്യധാമമായിട്ടുള്ള പരമമായ സത്യത്തിലോട്ട് മനസ്സിനെ നയിക്കുമ്പോൾ മനസ്സ് എത്ര ഉപരമതേ അവിടെ വിശ്രാന്തി പ്രാപിക്കുന്നു. ഇത് മാത്രമാണ് സൗന്ദര്യം എന്നതിന് ബോധ്യമാവുന്നു. ധനമല്ല, യശസ്സല്ല, സാമൂഹ്യ അംഗീകാരമല്ല, അധികാരമല്ല, സ്ഥാനമാനമല്ല. ഇതാണ് ശാന്തി, ഇതാണ് സമാധാനം, ഇതാണ് സൗന്ദര്യം, ഇതാണ് സത്യം എന്ന് ബോധ്യമാവും. എത്ര ഉപരമതേ. എത്ര എന്ന് പറയുന്നുള്ളൂ, എവിടെയെന്ന് പറയുന്നില്ല ഭഗവാൻ. എന്താണ് എന്ന് പറയുന്നില്ല. എന്താണെന്ന് അപ്പോൾ അവർക്കറിയാം, അവർക്ക് മാത്രം. ഞാൻ എന്തിനാ അത് പറയുന്നതെന്ന് ചോദിക്കുന്നു കൃഷ്ണൻ.
അതായത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന് എഴുതാൻ പോലും അറിയില്ലായിരുന്നു. തൻ്റെ സൈൻ പോലും അദ്ദേഹം ചെയ്തിരുന്നാൽ. പക്ഷെ അദ്ദേഹം വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവര്യനായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ നിഷ്കളങ്കതയോടൊരു മൂർത്തിമദ്ഭാവം. എന്തൊരു നിഷ്കളങ്കതയാണ്! അങ്ങനെയുള്ളതായിട്ടുള്ള അദ്ദേഹം സത്യത്തിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ് സത്യം, എന്താണ് ഈശ്വരൻ? എച്ചിലാവാത്ത വസ്തു എന്നാണ് പറഞ്ഞത്. എച്ചിലാവാത്ത വസ്തു എന്ന് വെച്ചാൽ എന്തും നാം എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അതിനെക്കുറിച്ച് വിവരിക്കും. പറയുമ്പോൾ നമ്മൾ നാക്കുപയോഗിക്കും, നാക്കുപയോഗിച്ചതൊക്കെ എച്ചിലാവും. അപ്പൊ എന്താണ് സത്യം? മിണ്ടാതിരിക്കുക, പറയാ. കാരണം പറഞ്ഞാൽ അത് എച്ചിലായി. ഇതിനേക്കാൾ സത്യത്തെക്കുറിച്ച് വിവരിക്കാൻ പറ്റുമോ? നാളെ അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ വിവേകാനന്ദ സ്വാമികൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത്രയും സുന്ദരമായി പറയണമെങ്കിൽ എച്ചിലാവാത്ത വസ്തു, നാവ് കൊണ്ട് ഉപയോഗിക്കുന്നതൊക്കെ തുപ്പലാവും എന്നർത്ഥം. സത്യം മാത്രം അവിടെ പറയാൻ പറ്റുകയില്ല, വിവരിക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. വാക്കുകൾ തിരിച്ചു വരുന്നു, വാക്കുകൾ പരാജയപ്പെടുന്നു, മനസ്സ് സ്വയം തന്റെ നിസ്സഹായതയെ അറിയിക്കുന്നു. അപ്പോൾ എത്രോ പരമതേ ചിത്തം, എവിടെയാണ് മനസ്സ് വിശ്രാന്തി പ്രാപിക്കുന്നത്? നിരുദ്ധം യോഗസേവയാ. അങ്ങനെ വെറുതെ അത് സംഭവിക്കുമോ? ഇല്ല. യോഗസേവയാ, നിത്യനിരന്തരമായിട്ടുള്ള പ്രയത്നത്താൽ. ഇപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിത്യവും വരുന്നു. ഏതൊക്കെ കർമ്മങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത്? കാരണം ഇത് യോഗസേവയാണ്. ഭഗവത്ഗീതയുടെ ശ്രവണത്തിനു വേണ്ടി നാം മറ്റുള്ള എല്ലാറ്റിനെയും മാറ്റിവെക്കുന്നു. ഇങ്ങനെ നമുക്ക് മറ്റുള്ള എല്ലാറ്റിനെയും മാറ്റിവെക്കാൻ നമുക്ക് എപ്പോഴാണോ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ കൊതി വരുമ്പോൾ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ സമയമില്ല എന്ന് പറയുന്നതുകൊണ്ടാ. എനിക്ക് സമയമില്ല, നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുള്ള പദമാണ്. എന്തോ നമ്മൾ എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് താല്പര്യമില്ല. സമയം ഉണ്ട്, പക്ഷെ ഈ സമയം എനിക്ക് വേറെ ചില കാര്യങ്ങൾ ഉപയോഗിക്കാനുണ്ട്, അതാണ് എനിക്ക് പ്രധാനം. ഇതല്ല. അപ്പോൾ സമയമില്ല എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം, അല്ലേ? 24 മണിക്കൂറല്ലാതെ എല്ലാവർക്കും വേറെ എല്ലാവർക്കും കൂടുതലുണ്ടോ? ഇപ്പൊ സമയമില്ല എന്ന് വെച്ചാൽ അർത്ഥം ഇതിനേക്കാൾ പ്രാധാന്യം വേറൊരു എൻഗേജ്മെന്റ് എനിക്കുണ്ട് എന്നർത്ഥം. ഒന്നില്ലെങ്കിൽ എനിക്ക് അതിൽ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിർബന്ധിതനാവും. അതുകൊണ്ട് എനിക്കത് അത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഈശ്വര ദർശനത്തിൽ നമുക്ക് പ്രാധാന്യം ഉണ്ടാവണം. അപ്പോ നമുക്ക് നമ്മൾ ജീവിതം തുടങ്ങി എന്നാണ്. ബാക്കിയുള്ള എല്ലാത്തിനും സമയമുണ്ട്, ഇതിനും സമയമില്ലെങ്കിലാ. അപ്പോഴാണ് ഭഗവാൻ ചില പരീക്ഷണങ്ങളൊക്കെ തരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കും പറയും, എത്ര സമയം ഇപ്പൊ കിടക്കാൻ ഇവിടെ? നിർത്തിയില്ല, ഒരു രക്ഷയില്ല. ഇപ്പൊ സമയമുണ്ടോ? ഇല്ല. 10 ദിവസം കിടന്നില്ലേ അവിടെ? ഇനി തിരിച്ചു വന്നോളൂ, ഇനി ഇങ്ങനെ ആലോചിക്കും. എന്നാലും വെളി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പോലെ. വീണ്ടും അദ്ദേഹം നമ്മളോട് കാരുണ്യം കാണിക്കുന്നു. നമ്മൾ പെട്ടെന്ന് സൃഷ്ടിക്കുന്നില്ല, നമ്മൾ ഓരോ തരത്തിലുള്ളതായിട്ടുള്ള അനുഭവം. അതായത് ഇതിനെപ്പോഴും സമയമുണ്ടാവണമെന്ന്. മനുഷ്യ ജന്മത്തിന്റെ ആവശ്യം അതാണ്. മറ്റുള്ളതായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇതിന്റെ വെളിച്ചത്തിൽ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ചെയ്യണം. മറ്റുള്ള എല്ലാ കർമ്മങ്ങളും ഇതിനെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ സമസ്ത ഉത്തരവാദിത്വങ്ങളും ഈശ്വര അർപ്പണമായിട്ട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ള എല്ലാം ചെയ്യുന്നത് അതിനെ പ്രാപിക്കാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമസ്ത പ്രവർത്തനങ്ങളും ഈ വിധത്തിൽ ഈശ്വര ദർശനത്തിന് എത്തുന്ന രീതിയിൽ നാം പുനഃസംഘടിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. നാം ചിലർക്കൊക്കെ ഭയങ്കര തിരക്കാണ്, അതൊരു മരിക്കാൻ പോലും സമയമില്ല. യമധർമ്മ രാജാവ് വന്നാൽ പോലും അദ്ദേഹത്തിനോട് പറയണം കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന്. ഇപ്പം സമയമില്ല. പക്ഷെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആരോടും അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കാറില്ല. എത്ര സമയത്താ വരണ്ട, ഒരാളോടും അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കാറില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് അതിന് സമയമില്ല.
അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കാം. അദ്ദേഹം വരുന്നു, അതോടുകൂടെ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ. ആരും അദ്ദേഹത്തോട് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, പോവല്ലേ ചോദിക്കാറില്ല. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ പോവല്ലാതെ വേറെ വഴിയില്ല. യമസ്യ കരുണാനാസ്തി, അദ്ദേഹത്തിന് കാരുണ്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒരേ വഴി മാത്രമേ ഉള്ളൂ, കാലത്തിന് അതീതമാവുക, സെക്കൻഡിന് അതീതമാവുക. കാലത്തിന്റെ സത്തയിലോട്ട് നാം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സമയമാണ് ഇവിടെ പറയുന്നത്. എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം, നിരുദ്ധം ചിത്തത്തിന്റെ മറ്റുള്ളതായ വ്യവഹാരങ്ങളിലോട്ട് പോകുന്നതിനെ നിരോധിക്കുന്നു എന്നർത്ഥം. അവയെ നാം പോവാൻ സമ്മതിക്കുന്നില്ല. അതായത് ധ്യാനസ്ഥനായിരിക്കുമ്പോൾ മനസ്സിന് ഇവിടെ തന്നെ നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ നാം എങ്ങനെയാണ് നമുക്ക്, അതാണ് യോഗസേവയാ, യോഗം പരിശീലിക്കുന്നു. അതായത് ഈ ശ്രവിച്ചതായ തത്വങ്ങൾ മനസ്സിൽ വരണം, അപ്പോൾ മനസ്സിൽ വരണം, വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരണം. ഇനി ശ്രവിച്ചതായ തത്വം വരുന്നില്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടദേവതയെ കുറിച്ച് ചിന്തിക്കണം. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. ഇദ്ദേഹം നമ്മെ മരണത്തിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കും. അങ്ങനെ പൂർണ്ണമായും നാം അദ്ദേഹത്തിൽ സമർപ്പിക്കണം. അപ്പോൾ യോഗസേവയ എന്ന് വെച്ചാൽ നമ്മളുടെ ആധ്യാത്മികമായ ആചാരങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ചിത്തത്തെ നിരോധിക്കണം എന്ന്. അത് ഏത് തരത്തിലുള്ള ആചാരമാവാം, അത് ഓരോരുത്തരും ഏതൊന്നാണോ പരിശീലിച്ചു വരുന്നത് അതിനെ അനുവർത്തിക്കുക. പൂജ മുതലായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ അങ്ങനെ, ക്ഷേത്രദർശനം മുതലായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, ജപം മുതലായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, ഉപവാസം മുതലായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അലങ്കാരം മുതലായിട്ടുള്ള നിവേദ്യാദികളുടെ സമർപ്പണമെങ്കിൽ അങ്ങനെ. ഇനി സ്വയം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ ഏകാഗ്രത പരിശീലിപ്പിക്കുവാനുള്ള പ്രാണനിരീക്ഷണവുമാണെങ്കിൽ അങ്ങനെ. എന്തു തന്നെയായാലും വിരോധമില്ല. യോഗസേവയ നമ്മൾക്ക് ഹിതകരമായിട്ടുള്ള അനുഷ്ഠാനം. ഏതൊരു അനുഷ്ഠാനം ചെയ്താലാണോ നാം സ്വയം പ്രചോദിതരാകുന്നത്, നമ്മുടെ മനസ്സിനെ അല്പനേരം ലക്ഷ്യത്തിൽ നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നത്, അതാണ് യോഗസേവയ. എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ. അങ്ങനെ ചിത്തം നിരോധിക്കുന്നതായിട്ടുള്ള സമയത്ത് എത്ര ചെയ്വ ആത്മനാത്മാനം, അപ്പോൾ നാം തന്നെ നമ്മെ പശ്യതി, കാണുന്നു. നാം തന്നെ നമ്മെ കാണുന്നു എന്നാണ് പറയുന്നത്. അതായത് സത്യം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ഈ അഹങ്കാരം, ഞാൻ എന്നതായിട്ടുള്ള പരിമിതമായിട്ടുള്ള അഹങ്കാരം ഇല്ലാതാവുന്നു. അപ്പോൾ ആ സമയത്ത് എത്ര ജൈവ ആത്മനാ ആത്മാനം ആത്മനി പശ്യന് തുഷ്യതി, അതായത് അവനവൻ തന്നെ അവനവനിൽ അവനവനെ കണ്ട് ആനന്ദിക്കുന്നു എന്നർത്ഥം. ഇതാണ് അതിന്റെ അക്ഷരാർത്ഥം. അതായത് ആ പരമമായിട്ടുള്ള അവസ്ഥയിലോട്ട് നാം ഉയർത്തപ്പെടുമ്പോൾ സത്യം മാത്രമാണ് അവശേഷിക്കുന്നത്. സത്യം സ്വയം ബോധമായിട്ടുള്ളതിനാൽ അത് അതിനെ അപ്പോൾ അറിയുന്നു. ഞാനല്ല സത്യത്തെ അറിയുന്നത്, സത്യം സത്യമാണ് എന്ന് അറിയുന്നു. ഞാൻ ഇല്ലാതാവും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം പല വിധത്തിലുള്ളതായിട്ടുള്ള ഭയങ്ങൾക്ക് വിധേയമാകുന്നു, ഭീഷണികൾക്ക് വിധേയമാകുന്നു. അങ്ങനെ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും ഉണർന്നു എന്നിരിക്കട്ടെ. സ്വപ്നത്തിൽ നിന്നും നാം പെട്ടെന്ന് ഉണർന്നു എങ്കിൽ സ്വപ്നം കണ്ട ആളാണോ ഉണരുന്നത്? സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ടാണോ നാം ഉണർന്ന ആളെ കാണുന്നത്? അല്ല. സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ നാം ഉണർന്ന ആളെ കാണുന്നു. ആരാണ് ഉണർന്ന ആളെ കാണുന്നത്? ഉണർന്ന ആൾ തന്നെയാണ് ഉണർന്ന ആളെ കാണുന്നത്. അല്ലാണ്ട് സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് ഞാനിപ്പോ ഉണർന്നു എന്ന് സ്വപ്നം കണ്ട ആള് കാണുന്നില്ല. സ്വപ്നം കണ്ടിരുന്ന ആള് ഉണർന്നതോടുകൂടെ അസ്തമിക്കുന്നു. സ്വപ്ന ദൃഷ്ട സ്വപ്ന ദൃശ്യം രണ്ടും ഇല്ലാതാവുന്നു. അപ്പൊ ആരാണ് ആരെ കാണുന്നത്? ജാഗ്രത അവസ്ഥയിൽ. ജാഗ്രത അവസ്ഥ എന്ന് വെച്ചാൽ ഉണർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഉണർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള ആള് ഉണർന്ന ആളെ അറിയുന്നു. അതുപോലെ നാം ഉത്തിഷ്ഠത എന്ന് ഉപനിഷത്ത് പറയുന്നു. എഴുന്നേൽക്കൂ, ജാഗ്രതയോടുകൂടെ ജീവിക്കൂ. സത്യത്തെ അറിയുന്നതുവരെ നിങ്ങൾ ജാഗ്രതയോടുകൂടെ ജീവിക്കൂ.
സത്യത്തെ എപ്രകാരമാണ് അറിയുന്നത് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. അതായത് എത്ര ജൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി, അവനവനെ അവനവനിൽ അറിയുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് ഇത് ഇനിയും വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് വേറെ വല്ല പ്രകാശത്തിന്റെ ആവശ്യമുണ്ടോ സൂര്യനെ അറിയുന്നതിന്? ഇല്ല. കാരണം സൂര്യമണ്ഡലത്തിന്റെ തേജസ് തന്നെ സൂര്യമണ്ഡലത്തെ പ്രദ്യോതിപ്പിക്കുന്നു. അതല്ലാതെ വേറൊന്നിന്റെ ആവശ്യമില്ല. ന ദീപസ്യ അന്യദീപേച്ഛ എന്നൊരിടത്ത് ആചാര്യസ്വാമികൾ അതാ ആ വിളക്കെടുത്തിട്ട് വരൂ എന്ന് രാത്രി ഒരാളോട് പറയുന്നു. എടി ശരി, എന്നാൽ വേറെ വിളക്ക് തരൂ എന്ന് ആരെങ്കിലും പറയാ. എന്തിനാ വിളക്കെടുക്കാൻ പോവാൻ? അല്ല, അത് വിളക്ക്, അത് അവിടെ വിളക്ക് കത്തുന്നു നാം കാണുന്നുണ്ട്. ആ വിളക്ക് എടുത്തിട്ട് വരും എന്ന് പറയുമ്പോൾ നാം ആ വിളക്ക് തന്നെ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നു. ന ദീപസ്യ അന്യദീപേച്ഛ. ഒരു വിളക്കിനെ എടുക്കുന്നതിന് വെളിച്ചം ആവശ്യമില്ല. കാരണം അതിന്റെ ദീപം കൊണ്ട് തന്നെ അത് പ്രകാശിക്കുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാൻ നാം ഒരു ടോർച്ച് അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ തേജോമണ്ഡലം പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ നാം ധ്യാനത്തിൽ നമ്മുടെ മനോബുദ്ധികൾ സ്വയം ഉയർത്തപ്പെടുന്നതായിട്ടുള്ള സമയത്ത് പശ്യന്നാത്മനി എത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മന. എത്ര എന്നുള്ള വാക്ക് പറയുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് പോലും സത്യത്തെ നിർവചിക്കുന്നില്ല. ആചാര്യന്മാർ, പ്രവാചകന്മാർ, ഉപനിഷത്തുകൾ, മതഗ്രന്ഥങ്ങൾ സമസ്തവും സത്യത്തെ സൂചിപ്പിക്കുക മാത്രമാണ്, സത്യത്തെ നിർവചിക്കുന്നില്ല. ഇതാണ് അതിന്റെ ദിശ എന്ന് വാക്കുകളിലൂടെ പറയുന്നു എന്നർത്ഥം. ശാഖാചന്ദ്ര ന്യായം എന്ന് പറയും. അതായത് അനവധി മരങ്ങളുള്ളതായിട്ടുള്ള സ്ഥലത്ത്, കുറെ നിഴലുള്ളതായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ രാത്രിയിലും മറ്റും കസേരയൊക്കെ ഇട്ടിരുന്ന് വർത്തമാനം പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചന്ദ്രോദയം കണ്ടു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അടുത്തുള്ള കൂട്ടുകാരനെ അത് കാണിക്കുന്നു. ഇതാ നോക്കൂ, ഇത്ര സുന്ദരമാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോ അദ്ദേഹം എന്താണ് സാധാരണ ചെയ്യുക? എവിടെ നിൽക്കും? അതാ ആ മരക്കൊമ്പ് നോക്കൂ, ആ കൊമ്പ് കണ്ടോ? ആ കൊമ്പ് കണ്ടോ? അവിടെ നിന്നും ഇങ്ങോട്ടൊരു ഉപശാഖ പോകുന്നത് കണ്ടില്ലേ? കണ്ടോ? ആരെങ്കിലും ശാഖയുടെ മുകളിൽ ചന്ദ്രനുണ്ടോ നോക്കൂ. ആദ്യം ഈ കൈ കാണിക്കുന്നു. ഈ കൈ കാണിക്കുന്നതായിട്ടുള്ള ആ ദിശയിലൂടെ നമ്മുടെ ദൃഷ്ടി പോകുന്നു. ഇങ്ങനെ ദൃഷ്ടി പോകുമ്പോൾ പിന്നെ ഈ കൈനെ വിടുന്നു. ആ ശാഖയെ നോക്കൂ എന്ന് പറയുമ്പോൾ ആ ശാഖയിലെത്തുന്നു. ആ ശാഖയിൽ നിന്നും ഉപശാഖയോട് ശ്രദ്ധിക്കുമ്പോൾ ആ ആദ്യത്തെ ശാഖ വിടുന്നു, ഉപശാഖ വിടുന്നു. അതിലൂടെ നോക്കൂ എന്ന് പറയുമ്പോൾ വൃക്ഷത്തെയും ശാഖയെയും വിടുന്നു. ഈ കൈവിരൽ, ഈ വൃക്ഷം, ഈ ശാഖ, ഈ ഉപശാഖ, ഇതാണ് വാക്കുകൾ. തുടർന്ന് വാക്കുകളെ മുഴുവനും വിടണം. ആ ദിശയിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കും. എന്നാൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള, പ്രദർശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ചന്ദ്രനെ കാണാം. ഇതാണ് വേദാന്ത ശാസ്ത്രത്തിൽ ശാഖാചന്ദ്ര ന്യായം എന്ന് പറയുന്നത്. സത്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് ആചാര്യന്മാർ ഒരു ദിശ പ്രദർശിപ്പിക്കുന്നു. സത്യം ആരും നിർവചിച്ചിട്ടില്ല. അറിഞ്ഞവർ പലപ്പോഴും സംസാരിക്കാൻ സാധിക്കാതെയായി. അവർ പരമമായിട്ടുള്ള മൗനത്തിലെത്തി. ഇനി അല്പം ചില വ്യാസൻ, വസിഷ്ഠൻ, വാത്മീകി മുതലായിട്ടുള്ള കയ്യിൽ വിരലുള്ളാവുന്നതായിട്ടുള്ള മഹർഷീശ്വരന്മാർ, നാം രാവിലെ എടുക്കുന്നതായിട്ടുള്ള പിപ്പലാദ മഹർഷിയുടെ വാക്ക് കേൾക്കാറില്ലേ? 6 ശിഷ്യന്മാർ അദ്ദേഹത്തെ സമീപിച്ച സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങൾ ചോദിച്ചോളൂ, 1 വർഷം ഇവിടെ താമസിക്കൂ. ആ ചോദ്യം ചോദിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാമെങ്കിൽ പറയാമെന്നാണ് പറയുന്നത്. എന്തൊരു വിനയാന്വിതമായിട്ടുള്ള ഭാവം!
കാരണം എനിക്ക് എങ്ങനെ അതിനെക്കുറിച്ച് അറിയും? ഞാൻ തന്നെയല്ലേ അത്. എനിക്ക് അതിനറിയാൻ പറ്റുമോ? ഞാൻ അതിൽ നിന്നും ഭിന്നമാണോ? എങ്ങനെയാണ് ഞാനത് ഉപദേശിച്ചു തരേണ്ടത്? അതുകൊണ്ട് സമസ്ത വ്യവഹാരങ്ങളും അസ്തമിക്കുന്ന ധാമമാണ് സത്യം. സമസ്ത വ്യവഹാരങ്ങളും അസ്തമിക്കുന്നു. അതുകൊണ്ട് ഉപനിഷത്ത് സത്യത്തിനെ കുറിച്ച് പറയുന്ന വാക്ക് അവ്യവഹാര്യം എന്നാണ്. അവ്യവഹാര്യം, വ്യവഹാരമില്ലാത്തത് എന്നാണ്. സമസ്ത വ്യവഹാരങ്ങൾ, അതായത് സബ്ജക്ട് ഒബ്ജക്ട് റിലേഷൻഷിപ്പ്, ഞാൻ എന്നും ലോകമെന്നും നമ്മൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധമെന്നും അവിടെ നടക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ, ആ ബന്ധനങ്ങൾ ഒഴിവാക്കാനുള്ളതായിട്ടുള്ള സമസ്ത ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെ സ്വയം ഇല്ലാതാവും. അതിനാൽ എത്ര എത്ര എന്നുള്ള പദമാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ പറയാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ ജഗതീശ്വരനായിട്ടുള്ള ആരുടെ അനുഗ്രഹം കൊണ്ടാണോ മൂകം കരോതി വാചാലം, സംസാരിക്കാൻ സാധിക്കാത്തവൻ, യത്കൃപാതമഹം വന്ദേ, ആ കൃപയെ ഞാൻ വന്ദിക്കുന്നു. ഏതൊരു കൃപയാണ്? ഏതൊരു കൃപയുടെ സാന്നിധ്യത്തിലാണ് സംസാരിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ആള് വാചാലം കരോതി, ഏറ്റവും വലിയ വാഗ്മിയാവും. അപ്പോൾ ആ അനുഗ്രഹത്തിന്റെ ഉടമയായിട്ടുള്ള ശ്രീകൃഷ്ണന് പോലും വാക്കുകൾ ഇല്ലാതാവുന്നു. എത്ര എത്ര, അവിടെ അവിടെ, ഏതാണ് അവിടെ? അത് വിദ്യാർത്ഥികൾ കാണാൻ ശ്രമിക്കുക. ഭഗവാന്റെ ഉപദേശം കേൾക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ കാണാൻ ശ്രമിക്കുക. അല്ലാതെ എന്താണ് എന്ന് അനുഭവിക്കുന്ന ആൾക്കല്ലാതെ വേറൊരാൾക്ക് അത് അറിയാൻ സാധ്യമല്ല. കൂടുതൽ ഗഹനമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഹരി ഓം, നമസ്കാരം.